السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. لتبلون في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, ഏറെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അള്ളാഹു നമുക്ക് അവസരം നൽകുകയാണ്. നമ്മുടെ യൗവന കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൽ ചേർന്ന് നിൽക്കാനും അള്ളാഹുവിൻ്റെ ദീനിൽ അവൻ തന്ന അറിവും കഴിവും സമയവും അവസരവും ആരോഗ്യവുമൊക്കെ അവൻ തൃപ്തിപ്പെട്ട മാർഗത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള അവസരം അള്ളാഹു നൽകുക എന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന ഔദാര്യമാണ്. അതേസമയം ഇത് വലിയൊരു അമാനത്തുമാണ്. നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന വിഷയമാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടവും കോപത്തിനും നിമിത്തമാകുന്ന ഉത്തരവാദിത്തങ്ങളാണ്. ഇഷ്ടം നേടിയെടുക്കാൻ കഴിഞ്ഞാൽ, സ്വർഗം നേടിയെടുക്കാൻ കഴിഞ്ഞാൽ അതുതന്നെയാണ് മഹത്തായ വിജയം. എന്നാൽ ഏറ്റെടുത്ത ഉത്തരവാദിത്തം വഴി അള്ളാഹുവിൻ്റെ കോപത്തിനും നരകത്തിനും നിമിത്തമാകുന്നുവെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും. ആ ദുരന്തത്തിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാം കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. ഞാൻ വല്ലാതെ നീട്ടുന്നില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സഹാബിയുടെ കാര്യം മാത്രം ഓർമ്മപ്പെടുത്താണ്. പേര് അനസ് ബിൻ നളർ എന്നാണ്. നമ്മൾ സാധാരണ ഒരുപാട് കേട്ടിട്ടുള്ളത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് മാലിക് ബിൻ നളറിൻ്റെ സഹോദരനാണ് അനസ് ബിൻ നളർ. ഇസ്ലാം സ്വീകരിച്ചിട്ട് കുറച്ച് വർഷങ്ങളെ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. ബദറിൽ പങ്കെടുക്കാത്തതിൻ്റെ സങ്കടം അദ്ദേഹത്തിനുണ്ടായി. ഉഹദിൽ അവസരം കിട്ടിയപ്പോൾ ആവേശത്തോടെ അദ്ദേഹം അത് ഉപയോഗപ്പെടുത്തി. ആ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഭാഗമെന്നോണം അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹിനെ ശത്രുക്കൾ വളഞ്ഞപ്പോൾ ഒരു മല പോലെ മുന്നിൽ നിന്നു, ഒരു പരിചയായി നിന്നു. ആ നിൽപ്പിൻ്റെ ഭാഗമെന്നോണം ചരിത്രകാരന്മാർ പറയുന്നത് ചെറുതും വലുതുമായ വെട്ടും കുത്തും അമ്പും കൊണ്ട 80 മുറിവുകളുണ്ട്. അതിൽ മാരകമായ മുറിവുകളുമുണ്ട്. അദ്ദേഹത്തിനെ തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല എന്നാണ്. അത്രമേൽ വികൃതമായിരുന്നു ആ മുഖവും ശരീരവും. സഹാബത്തിന് മനസ്സിലായില്ല. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഏക സഹോദരിയുണ്ട്, റബിയ ബിൻത്ത് നളർ. അവർ വന്നിട്ട് അനസ് ബിൻ നളറിൻ്റെ വിരലിൻ്റെ അറ്റം നോക്കിയിട്ടാണ് ഇതെൻ്റെ ചോരപ്പറപ്പാണ്, ഇതെൻ്റെ കൂടപ്പറപ്പാണ് എന്ന് തിരിച്ചറിഞ്ഞത് എന്നതാണ് ചരിത്രം. ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ തൻ്റെ സഹോദരൻ, കൂട്ടുകാരൻ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഒരു വർത്തമാനമുണ്ട്. അദ്ദേഹം പറഞ്ഞു, അൽ ജന്ന വറബ്ബുൻ നളർ ഇന്നി അജിദു റീഹഹ ദൂന ഉഹദ്. ഈ ഉഹദിൽ സഅദേ, ഞാൻ സ്വർഗത്തിൻ്റെ പരിമളം അനുഭവിക്കുന്നു എന്ന് അനസ് ബിൻ നളർ പ്രഖ്യാപിച്ച വർത്തമാനങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് പിന്നീട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാം. നമ്മൾ എന്തിനാണ് ISMൻ്റെ ദഅ്വാ പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് നിൽക്കുന്നത്? എന്തിനാണ് നമ്മൾ രാവിലെ 8:30 മുതൽ ഇത്രയും സമയം ഇവിടെ ഇരുന്നത്? എന്തിനാണ് നമ്മുടെ ശാഖയിലും മണ്ഡലത്തിലും ജില്ലാതലത്തിലും നമ്മൾ ഓടി ഓടി പണിയെടുക്കുന്നത്? ദുനിയാവിൽ ഭൗതികമായ നേട്ടങ്ങളൊന്നും ഇതുവഴി ഉണ്ടാവില്ല എന്ന് എന്നേക്കാൾ നന്നായി അറിയുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. നാളെ സ്വർഗം ലഭിക്കണമെന്ന ആഗ്രഹവും തേട്ടവും പ്രാർത്ഥനയുമല്ലാതെ മറ്റൊന്നും നമ്മെ നയിക്കുന്നില്ല. സ്വർഗത്തിൻ്റെ പരിമളം അത് വല്ലാത്തതാണ്. സ്വർഗത്തിൻ്റെ സുഗന്ധം അത് വല്ലാത്തതാണ്. സ്വർഗത്തിൽ നിന്ന് അടിച്ചു വീശുന്ന പരിമളം എത്രയോ കിലോമീറ്ററുകളോളം അതിൻ്റെ സുഗന്ധം പരക്കും എന്നത് വസ്തുതയാണ്. ആ സുഗന്ധം അനുഭവിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് സാധ്യമാകണമെങ്കിൽ ISMകാരായ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തോട് നീതി പുലർത്താൻ നമുക്ക് തകരാറുകളുണ്ട്, ഒരുപാട് കഴിവുകേടുകളുണ്ട്, കുറവുകളുണ്ട്.
ഒരുപാട് ശക്തിയില്ലായ്മയുണ്ട്, ദുർബലതകളുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ അർത്ഥത്തിലും ഉയർന്നു നിൽക്കാനും മുന്നോട്ട് പോകാനും നമുക്ക് കഴിയുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം, അള്ളാഹുവിൻ്റെ മുന്നിൽ അങ്ങേയറ്റം വിനയാന്വിതരായി. മുൻഗാമികൾ ചെയ്തതത്രയൊന്നും നമുക്ക് ചെയ്യാൻ കഴിയുമോ എന്നറിയില്ല. കാരണം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് സഹാബത്തും താബീങ്ങളും താബീങ്ങളുമാണ്. KSK തങ്ങൾ മുതൽ ഷെരീഫ് ക വരെയുള്ളൊരു നീണ്ട മുൻഗാമികളുടെ തലമുറയാണ്. അവരുടെ എല്ലാം ഇന്നലകളിലെ സംഘടനാ രംഗത്തെ പ്രവർത്തനവും ദഅവാരംഗത്തെ മാറ്റങ്ങളും എല്ലാം കാണും. സ്വാഭാവികമായും മുമ്പന്മാർ തന്നെ സാബിക്കൂൻ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അവരുടെ പിന്നിൽ നിന്ന് ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് വെക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ എന്നതാണ് നമ്മുടെ തേട്ടം. പ്രാർത്ഥന, അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് നീ ശക്തി പകരണമേ. അല്ലാഹുവേ ഏറ്റെടുത്ത ഉത്തരവാദിത്തോട് നിർവഹിക്കാൻ, നീതി പുലർത്താൻ ശാഖാതലം മുതൽ മണ്ഡലം, ജില്ലാ, സംസ്ഥാന തലം വരെയുള്ള മുഴുവൻ ISM പ്രവർത്തകരെയും നീ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.